ശരിക്കും ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? നിങ്ങൾ പറയാച്ചാ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തിന് കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ ഇവർ സത്യം അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു ഞാൻ തട്ടിപ്പുകാരല്ലേ? നിങ്ങൾ പറയില്ല, നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്താൽ ഞാൻ മണ്ടൻ. 1 ലക്ഷം നിങ്ങൾക്ക് തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈലിടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈലിടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? 2-3 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ കൂടി വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ടോണി അച്ചായൻ എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തി എന്ന് തന്നെ പറയും. കാരണം അദ്ദേഹം ആരുടെയും കയ്യിൽ നിന്നും പിരിച്ചെടുത്ത കാശോ ഭിക്ഷ വാങ്ങിച്ച കാശോ അല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം കുടുംബത്തിൽ അനുഭവിക്കേണ്ട, സ്വന്തം മക്കളും കൂടപ്പറപ്പുകളും കുടുംബത്തിലുള്ളവരും അനുഭവിക്കേണ്ട കാശ് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ ചെലവഴിക്കുന്നു. ആ മനുഷ്യന് ജ്വല്ലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാത്രമല്ല അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. അതായത് ഈ മനുഷ്യരെയൊക്കെ സഹായിക്കുന്ന വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടി പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് മറ്റുള്ളവരും കൂടി ഈ ടോണി അച്ചായനെ അറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വരെ ഒരുപാട് അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും കേട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പക്ഷേ ഈ ചീത്ത പറയുന്നവരും ആക്ഷേപിക്കുന്നവരും ഒന്നും മനസ്സിലാക്കുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇദ്ദേഹം ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അല്ലാതെ ആരുടെയും കയ്യിൽ നിന്നും കിട്ടിയ ദാനമല്ല ഇദ്ദേഹം എടുത്ത് പാവങ്ങൾക്ക് സഹായം ചെയ്യുന്നത്. ഇപ്പൊ ഞാനും നിങ്ങളും ചെയ്യാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. 30 വീട് പാവങ്ങൾക്ക് കൊടുക്കണം എന്ന ലക്ഷ്യത്തോടെ നിന്ന ടോണി അച്ചായന്റെ മുന്നിൽ 31ാമത്തെ ഒരു വീട് കൂടി വന്നു. അങ്ങനെ വന്ന 31ാമത്തെ വീടിന്റെ പേരിലാണ് ഇന്ന് അദ്ദേഹം പഴി കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇദ്ദേഹം അവരെ ചെന്ന് കാണുന്നതും ചെറിയൊരു ഓല കെട്ടിയ ഒരു ഷെഡ് പോലെയുള്ളവരിടത്താണ് അവർ കിടന്നിരുന്നത്. കാല് വയ്യാത്ത ഒരു അച്ഛനും ഒരു സാധുവായ ഒരു അമ്മയും. അപ്പൊ അവർക്കൊരു ടാർപ്പ വലിച്ചു കെട്ടാൻ പോലുള്ള പൈസ അവർക്കില്ല. അങ്ങനെ അവരുടെ ദുഃഖങ്ങൾ കേട്ട ടോണി അച്ചായൻ ഈ 30 വീട് എന്നുള്ളത് 31ാമത്തെ വീടിലേക്ക് പോയി. അങ്ങനെ ഇവർക്ക് വീട് വെച്ച് കൊടുക്കുകയും ഇവരെ ഈ പഴയ വീട്ടിൽ നിന്നും ആ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രജനീഷ് എന്ന് പറയുന്ന ചേട്ടൻ്റെ ഒരു വീഡിയോയിൽ, അതായത് സർക്കാരിൻ്റെ ലൈഫ് ഭവൻ പദ്ധതിയിൽ പെട്ട ഒരു വീട് കാണിക്കുന്ന കൂട്ടത്തിൽ ഈ ടോണി അച്ചായൻ കാണിച്ച ആ ഒരു വീടും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടതാണ്. ടോണി അച്ചായൻ ചെന്ന് ഇവരെ കൊണ്ടുപോകുന്നത്, ഇവർക്ക് ഈ വീട് കൊടുക്കുന്നതും ഈ അച്ഛനും അമ്മയും എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാർ ഇത് ടോണി അച്ചായൻ കൊടുത്ത വീട്, ആ ടോണി അച്ചായൻ കൊടുത്ത വീടല്ലയോ, ആ അച്ഛനും അമ്മയും അല്ലയോ എന്നൊക്കെ ചിന്ത വന്നു. അതെങ്ങനെ ലൈഫ് ഭവൻ പദ്ധതിയുടെ വീടാകും എന്നൊക്കെ ആൾക്കാർക്ക് സംശയം ഉണർത്തി. പക്ഷെ അവിടെ മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. അതായത് ടോണി അച്ചായൻ വീട് കൊടുത്ത കാര്യം ഇവർ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ലൈഫ് ഭവൻ പദ്ധതിയിൽ കിട്ടിയതാണ് ഇവർക്ക്, പക്ഷെ അത് അടിത്തറ മാത്രമേ കെട്ടിയുള്ളൂ, ബാക്കി കെട്ടാനുള്ള പണം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ മുടങ്ങി കിടക്കുമായിരുന്നു. ടോണി അച്ചായൻ്റെ വരവോടുകൂടി ടോണി അച്ചായനാണ് അത് തീർത്തു കൊടുത്തത്. ആ ഒരു പണി മൊത്തം തീർത്തു കൊടുത്തത് അച്ചായൻ തന്ന പൈസയ്ക്കാണ് എന്ന് ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവരത് കട്ട് ചെയ്തു. അത് എന്തുദ്ദേശത്തിലാണ് എന്ന് കുറച്ചെങ്കിലും ചിന്തയുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പിന്നിൽ ആരാണ് കളിച്ചത്? അപ്പോൾ ഈ മനുഷ്യനെ വലിച്ചു കയറുക, ഈ മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുക, ഈ മനുഷ്യന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർക്കുക, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ. അല്ല എന്നുണ്ടെങ്കിൽ ആ രജനീഷ് ചേട്ടന്റെ ആ ഒരു വീഡിയോയിൽ അതും കൂടി കാണിക്കണമായിരുന്നു. ലൈഫ് ഭവൻ പദ്ധതിയുടെ വീടാണ്, പക്ഷെ അതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഒരു പങ്കും കൂടി ഉണ്ട് എന്ന് അത് ഇവർ വെളിപ്പെടുത്തണമായിരുന്നു. ഈ അച്ഛനും അമ്മയും അത് പറയാൻ തയ്യാറായി. പക്ഷെ എന്തുകൊണ്ടോ ആ വീഡിയോയിൽ അവരത് അപ്ലോഡ് ചെയ്തില്ല. ഇന്ന് ഈ ടോണി അച്ചായൻ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരാണ് എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പേരെ സഹായിച്ച ഒരു മനുഷ്യൻ ചെറിയൊരു തെറ്റിദ്ധാരണ മൂലം ആ മനുഷ്യനെ അങ്ങ് വലിച്ചു കയറുകയാണ്. ഈ പറയുന്നവരാരും ഒരാളെ സഹായിക്കാൻ മുന്നോട്ട് വരാത്തവരാണ് എന്ന് കൂടി ഓർക്കണം. അപ്പൊ സഹായിക്കാൻ കഴിവും മനസ്സും ഉള്ള ഒരാളെ തകർക്കുക, മാനസികമായും എല്ലാ രീതിയിലും അങ്ങോട്ട് തകർക്കുക, അങ്ങോട്ട് മൂലക്കിരുത്തുക. ഒരുപാട് പേർക്ക് കിട്ടേണ്ട സഹായമാണ് നിങ്ങൾ മൂലം ഇല്ലാതാവുന്നത് എന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. ഇപ്പം ലൈഫ് ഭവൻ പദ്ധതിയിൽ നിന്നും ഒരു 4 ലക്ഷം രൂപ കിട്ടിയാൽ നമുക്കൊരു വീട് തീർക്കാൻ പറ്റില്ല എന്ന് ഏതൊരു പട്ടിക്കുഞ്ഞിന് പോലും മനസ്സിലാവും. അങ്ങനെ ഒരു 4 ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് തീരില്ല. അതിൻ്റെ പിന്നിൽ ആളുകൾ കടം വാങ്ങിച്ചും അവർ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യമൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് ഒരു ചെറിയ വീട് തീർത്തെടുക്കുന്നത്. പക്ഷെ അവിടെ ഈ ടോണി അച്ചായൻ വന്നതുകൊണ്ടാണ് യാതൊരു കടമൊന്നുമില്ലാതെ ആ വീട് മനോഹരമായി പൂർത്തിയാക്കാനായിട്ട് അവർക്ക് സാധിച്ചത്. പക്ഷെ ആ അച്ഛനും അമ്മയും അദ്ദേഹത്തെ നിന്ദിച്ചിട്ടില്ല.
ഏത് കോടതിയിൽ വേണമെങ്കിലും വന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ദൈവമാണ്, ഞങ്ങളെ ഒരുപാട് സഹായിച്ചതാണ് ടോണി ചായ, ഞങ്ങൾ മറക്കത്തില്ല എന്ന് കൈ കൂപ്പിക്കൊണ്ട് ആ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. അവരെ കൂടിയാണ് ഈ ഒരു ട്രാപ്പിൽ ഇവർ പെടുത്തിയിട്ടുള്ളത്. വളരെ കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും മുന്നോട്ട് വരുമോ ഒരാളെ സഹായിക്കാൻ? അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ കമൻ്റ് ഇട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നവരോടൊക്കെ പറയാനായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, സത്യം അറിയാതെ നിങ്ങൾ ഒരാളെ ക്രൂശിലേറ്റാൻ നിൽക്കരുത്. ആദ്യം നിങ്ങളതൊന്ന് അന്വേഷിക്കുക. സത്യം അറിഞ്ഞതിന് ശേഷം മാത്രം വീഡിയോ ഇടുകയോ കമൻ്റ് ഇടുകയോ ഒക്കെ ചെയ്യുക. കാരണം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളൊരു 10 പൈസ പോലും ആർക്കും കൊടുത്ത് സഹായിക്കുന്നില്ല, ഒരു നേരത്തെ ആഹാരം കൊടുത്ത് സഹായിക്കുന്നില്ല. ആ ചെയ്യുന്നവരെങ്കിലും ആ ഒരു പുണ്യപ്രവൃത്തി മനസ്സോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ചെയ്തോട്ടെ.